നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ മാസശമ്പളത്തിൽ നിങ്ങൾ സന്തോഷവാന്മാരാണോ? സന്തോഷവതികളാണോ? ഒരു ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, ഒരു നിശ്ചിത വരുമാനത്തിൽ കൂടുതൽ അവർ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ആയിട്ടോ ഒന്നും തരില്ല. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഫ്രീ സോണിൽ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോലി വളരെ ഉത്തമമാണ്. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ പ്രൈസ് ടാഗ് നോക്കാതെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ബാക്കി വീട്ടിലുള്ളവർ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹെൻറി ഫോർഡ്, ബിൽ ഗേറ്റ്സ് എന്നിവരൊക്കെ പറയുന്നത് അവർക്ക് ഈ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യാൻ റെഡിയാണ് എന്നാണ്. ഇത്രയും പ്രശസ്തിയുള്ള ഇവരൊക്കെ വെറുതെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരു എംപ്ലോയി ആയിരിക്കെ നമ്മളുടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഗവൺമെന്റ് ജോലി ആണല്ലോ എന്നോർത്ത് നമുക്ക് സന്തോഷിക്കാം. എങ്കിലും ഒരു പെൻഷൻ, ഒരു നിശ്ചിത വരുമാനം പെൻഷനും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇവരുടെ ദിവസം മുഴുവനും, ടൈം മുഴുവനും, നമ്മുടെ അധ്വാനം മുഴുവനും ആ എംപ്ലോയർക്ക് വേണ്ടി ചെലവാക്കുന്നു. പക്ഷേ 1933 ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി റായ് ബഹാദൂർ ഗുജർമാൽ മോദി ഈ സംഭവം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം സ്വന്തമായി ഒരു ബിസിനസ്, ഒരു 400 രൂപ മുതൽ മുടക്കി ഒരു പഞ്ചസാര ഫാക്ടറി തുടങ്ങുകയാണ് ചെയ്തത്. ആ കമ്പനിയാണ് ഇപ്പോൾ വളർന്ന് വലിയ നിലയിലെത്തി ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ സ്റ്റാമ്പ് വരെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയിയുടെ സമയവും അധ്വാനവും ടൈം ഫ്രീഡവും എല്ലാം ആ അധ്വാനത്തിലൂടെ പോകുന്നു. പക്ഷേ നമുക്ക് നിശ്ചിത വരുമാനമേ കിട്ടുള്ളൂ. എന്നാൽ ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കെ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും സമയവും അധ്വാനവും ടൈം ഫ്രീഡവും ഒന്നുമില്ല. ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം, ചിലപ്പോൾ ലാഭം. പക്ഷേ എൻജോയ്മെൻറ്റിന് സമയമില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ ഒരു ബിസിനസ്മാൻ എന്നാൽ അദ്ദേഹം അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ ബിസിനസ്സൊക്കെ കൃത്യമായിട്ട് നടക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുലു മാളിൻ്റെ, അല്ലെങ്കിൽ പോത്തീസ്, അതുപോലെ ബോച്ചെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഇവർക്ക് പണമുണ്ട്, അതുകൊണ്ട് അവർക്ക് ബിസിനസ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ പണമില്ലാത്തവർ എങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കും എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അവർക്കായിട്ടാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ് ഉള്ളത്. പക്ഷേ ഈ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. കുറേ കമ്പനികൾ വന്നു പോയി, പൊട്ടിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കമ്പനി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 15 വർഷം മുമ്പേ ഉള്ളതാണ്. ഈ റായ് ബഹാദൂർ ഗുജർമാൽ മോദി എന്ന് പറയുന്ന മനുഷ്യൻ തുടങ്ങിയ കമ്പനി ഇപ്പോൾ വളർന്നു പന്തലിച്ച് ഇന്ത്യയിലുടനീളം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനകത്തു കൂടി പണം ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പണം എവിടെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ അറിയണം. എങ്ങനെയാണ് നമ്മളുടെ പണം നഷ്ടപ്പെടുന്നത്? നമ്മൾ ഉൽപ്പന്നങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നു? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ ലുലു മാൾ പോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ നിരന്തരം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ 100 രൂപ ഉള്ള ഒരു ഉൽപ്പന്നം, അതെങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് ആ ഉൽപ്പന്നം കടയിൽ ഉണ്ട് എന്നുള്ളത്? അപ്പോൾ സിനിമാ നടികളുടെ പരസ്യത്തിലൂടെയും അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മളിതൊക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ നമുക്കത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങും. ഹോൾസെയിൽ കടക്കാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അവർക്ക് സ്റ്റോക്കിസ്റ്റിൽ നിന്ന് കിട്ടുന്നു. അവിടുന്ന് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ ഇവർക്കെല്ലാം കമ്മീഷൻ കൊടുക്കാനുള്ള പണം ആര് കൊടുക്കുന്നു? അതെല്ലാം കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ 100 രൂപയുള്ള, യഥാർത്ഥത്തിൽ ഒരു MRP 100 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ യഥാർത്ഥ
മൂല്യം ഒരു 30 രൂപയോ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വർഷങ്ങളായി ഇതുപോലെ നഷ്ടപ്പെടുത്തുന്ന പണം നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരവസരമുണ്ടായാൽ നിങ്ങൾ റെഡിയാകുമോ? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഇഷ്ടം പോലെ നിലവിൽ വരികയും പോവുകയും ചെയ്തു. ഇപ്പം ഇത്രയും നാളായിട്ടും ഒരു 29 വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൻ്റെ പ്രസക്തി കൊണ്ട് നിലനിന്നു പോകുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിയിലെ ഗുണനിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ളതാണ്. അത് ഇത്രയും നാളും പിടിച്ചു നിന്നത് അതിൻ്റെ ഗുണം കൊണ്ടാണ്. ഇപ്പം തന്നെ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സ് അങ്ങനെയുള്ള കുറേ കമ്പനികളെല്ലാം മായം ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ആ കറി മസാലകൾ ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പോൾ ഈ നിരവധി സ്ത്രീകൾ ഈ കമ്പനി ഉപയോഗിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അപ്പോൾ വലിയ പഠിപ്പില്ല എന്ന സങ്കോചം വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, നമുക്കൊരു ബോസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതിനാൽ തന്നെ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് പാർട്ട് ടൈമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ളൊരു കമ്പനി ഉള്ളത് കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക, ബന്ധപ്പെടുക. താങ്ക് യു.